അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രധാന വിഷയം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വീണ്ടും വോയിസിൽ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും സക്കാത്തുൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥർ ആണ്. ആ ബാധ്യത നാം 100% നിറവേറ്റേണ്ടവരുമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നോമ്പിന്റെ പ്രതിഫലം ആകാശ ഭൂമിയുടെ ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഫിത്ർ സക്കാത്ത് വഴിയാണ് അതിന് ഉയർത്തപ്പെടുക. അപ്പൊ നാം അനുഷ്ഠിച്ച നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഫിത്ർ സക്കാത്ത് നേരാം വണ്ണം കൊടുത്ത് വീട്ടിരിക്കണം. മാത്രവുമല്ല, നോമ്പിന്റെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള മാർഗം കൂടിയാണ് സക്കാത്തുൽ ഫിത്ർ. നിസ്കാരത്തിൽ വല്ല വീഴ്ചകളും സംഭവിച്ചാൽ സുജൂദ് സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ നോമ്പിന്റെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് സക്കാത്തുൽ ഫിത്ർ. ഈ സക്കാത്തുൽ ഫിത്ർ ഒരാൾക്ക് വേണ്ടി ഒരു സ്വാഅ് ആണ് കൊടുക്കേണ്ടത്. ഒരു സ്വാഅ് എന്ന് പറയുമ്പോൾ 4 മുദ്ദാണ് അതുള്ളത്. 4 മുദ്ദ് എന്ന് പറയുമ്പോൾ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. തൂക്കം പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൽ ഇഖ്തിലാഫുണ്ട്. അരിയുടെ ഭാര വ്യത്യാസത്തിനനുസരിച്ച് തൂക്കത്തിൽ വ്യത്യാസം വരും. അപ്പൊ ചില അരി 2.5 കിലോ മതിയാകും ഒരു സ്വാഇന്, ചിലപ്പോ 3 കിലോ വേണ്ടതായി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നല്ല മനസ്സിലാക്കി നമ്മൾ ഒരല്പം പോലും അളവിൽ കുറയാതെ കൊടുക്കാൻ ശ്രമിക്കുക. ഒരു സ്വാഅ് 4 മുദ്ദാണ് എന്ന് ഉണർത്തിയല്ലോ. ഒരു മുദ്ദ് 800 മില്ലി ലിറ്റർ ആണ്. ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ 800 മില്ലി ലിറ്റർ. അപ്പൊ 800 ഗുണം 4, 3 ലിറ്ററും 200 മില്ലി ലിറ്ററും. അതാണ് ഒരു സ്വാഅ്. അതാണ് ഒരാൾക്ക് വേണ്ടി കൊടുക്കേണ്ടത്. നിർബന്ധമാകുന്ന സമയം ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാം സക്കാത്ത് കൊടുക്കണം. അപ്പൊ നിർബന്ധമാകുന്ന സമയം എപ്പോഴാണ്? റമദാൻ മാസത്തിന്റെ പരിസമാപ്തിയുടെ സെക്കൻഡ്, പെരുന്നാൾ രാവ് ആരംഭിക്കുന്ന സെക്കൻഡ് എന്ന് പറയുമ്പോൾ റമദാൻ മാസം തീരുക, പെരുന്നാൾ രാവ് തുടങ്ങുക. ഈ സമയത്ത് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ അവർക്ക് മുഴുവനും സക്കാത്ത് കൊടുക്കണം. അവരൊക്കെ കൊടുക്കണം. ആ സമയത്തുള്ള എല്ലാവരും കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? നാട്ടിലെ മുഖ്യ ആഹാരമാണ് കൊടുക്കേണ്ടത്. അതിന് വില നൽകിയാൽ മതിയാവില്ല. ഇപ്പൊ നമ്മൾ കാശ് ഒരു 3 കിലോ അരിക്ക് ഇത്ര വരും എന്ന് കണക്ക് കൂട്ടി ആ 3 കിലോ നല്ല അരിയുടെ കാശ് തന്നെയാണ് നമ്മൾ കൊടുത്തതെങ്കിലും അത് മതിയാവില്ല. നാട്ടിലെ മുഖ്യ ആഹാരം തന്നെ കൊടുക്കണം. അപ്പൊ നമ്മൾ നല്ല അരി നോക്കി വാങ്ങി നമ്മൾ കഴിക്കുന്ന അരി നമ്മൾ ഈ പറയുന്ന ആളുകൾക്ക് സക്കാത്ത് ഫിത്ർ സക്കാത്തായി കൊടുക്കുക. എപ്പോഴാണ് കൊടുക്കേണ്ടത്? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പാണ് കൊടുക്കേണ്ടത്. അതിനേക്കാൾ പിന്തിക്കൽ കറാഹത്താണ്. പെരുന്നാൾ ദിനത്തെ തന്നെ വിട്ട് അന്ന് കൊടുക്കാതിരിക്കല്, പിന്തിക്കല് ഹറാമാണ്. അപ്പൊ അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ്, പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ തക്ബീർ കെട്ടുന്നതിന് മുമ്പ് ആണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഏറ്റവും ശ്രേഷ്ഠമായ സമയം അതാണ്. അതിനെ കൊണ്ട് പിന്തിക്കല് കറാഹത്ത്, പെരുന്നാൾ ദിനവും വിട്ട് പിന്തിക്കല് ഹറാമ്. ആർക്കൊക്കെ വേണ്ടിയാണ് നാം കൊടുക്കേണ്ടത്? നിർബന്ധ വേളയിൽ, ഈ നിർബന്ധമാകുന്ന സമയം എന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ, ആ സമയത്ത് താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ അംഗങ്ങൾ എത്രയുണ്ടോ അവരുടെ എല്ലാം സക്കാത്ത് കൊടുക്കണം. നിർബന്ധമാകുന്ന സമയം, ആ സമയത്ത് നാം ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആരുണ്ടെങ്കിലും അവരുടെയൊക്കെ സക്കാത്ത് കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. നിബന്ധന, ഷർത്തുകൾ
ഫിത്ർ സക്കാത്തിന് രണ്ട്. ഒന്ന് നിയ്യത്ത്. നിയ്യത്ത് എന്ത് വെക്കും? ഇത് എന്റെയും ഞാൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് കരുതണം. എന്റെയും ഞാൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് നാം കരുതണം. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഒന്നുകിൽ സക്കാത്ത് നൽകുമ്പോ, കൊടുക്കാൻ വേണ്ടി എടുക്കുമ്പോ, ആ നൽകാൻ വേണ്ടി കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമ്പോൾ നിയ്യത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അളന്ന് വെച്ച് എല്ലാം കൂടി ക്ലിയർ ചെയ്ത് വെച്ച് നമ്മൾ അത് ആ സമയത്ത് ഇത് എന്റെയും ഞാൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന് കരുതുക. പിന്നീട് അതിൽ നിന്ന് ഒരു അരിമണി പോലും നഷ്ടപ്പെടാതെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കണം. അവകാശികൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗങ്ങൾക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സക്കാത്തിന്റെ അവകാശികൾ 8 പേരാണ്. ആ 8 പേരിൽ നമുക്ക് ഇപ്പോൾ എല്ലാവരെയും ലഭ്യമാകണം എന്നില്ല, ഇപ്പോൾ ലഭിക്കുകയുമില്ല. അതുകൊണ്ട് നമ്മൾ കാര്യമായി 5 വിഭാഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ തന്നെ പ്രധാനമായും 4 വിഭാഗമാണ് നമ്മുടെ മുൻപിൽ ഉണ്ടാവുക. ഒന്ന് ഫഖീർ, 2 മിസ്കീൻ, 3 അതിൽ ബാക്കി ഉണ്ടാവുക നമുക്ക് സാധാരണ ഉണ്ടാകുമല്ലോ വാരിമൻ, കടക്കാൻ. പിന്നെ ഉണ്ടാകും മുഅല്ലഫത്ത് ഖുലൂബ് ഉണ്ടാകും, ഹൃദയം, പിന്നെ പുതുവിശ്വാസികൾ, അപ്പോ അവരുണ്ട്. അതുപോലെ തന്നെ ഹൃദയം ഇണങ്ങിച്ചേർന്നവർ എന്ന് പറയുമ്പോൾ പുതുവിശ്വാസികളാണ്, ഒരു മുഅല്ലഫത്ത് ഖുലൂബ് അവരുണ്ട്. പിന്നെ ഇബ്നു സബീൽ, യാത്ര വഴിമുട്ടി എവിടെയൊക്കെ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ, അതും ഇപ്പൊ നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല, സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൌൺ കാരണം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വഴിയിൽ വെച്ച് കുടുങ്ങിയതായിട്ട് കണ്ടാൽ നമ്മുടെ മഹല്ലത്തിൽ വന്ന് നമുക്ക് കൊടുക്കാം, അവർ കുടുങ്ങിയതാണ്. ഈ 5 വിഭാഗങ്ങളിൽ 8 വിഭാഗങ്ങൾ 5ആണ് ഇപ്പോൾ നിലവിലുള്ളതെങ്കിൽ അതിൽ 4 എണ്ണം നമുക്ക് ഇൻഷാ അല്ലാഹ് ലഭിക്കും. ഫഖീർ നമ്മുടെ നാട്ടിലുള്ളതാണ്, മിസ്കീൻ നമ്മുടെ നാട്ടിലുണ്ട്, അതുപോലെ തന്നെ മുഅല്ലഫത്ത് ഖുലൂബ് പൊതുവിശ്വാസി, അതുപോലെ കടക്കാരൻ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഒരുപാട് ആളുകൾ ജോലി ഇല്ലാതെ വിഷമിച്ച് നിൽക്കുക, പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പക്ഷേ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ മറ്റു സക്കാത്തുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രാവശ്യം ഒട്ടുമിക്ക ആളുകളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും സക്കാത്ത് വാങ്ങാൻ അർഹരാണ്. ഒരുപക്ഷെ അവർ കൊടുക്കേണ്ടവരായിരിക്കും, കൊടുക്കാനും. കാരണം ആ വേള നമ്മൾ നിർബന്ധമാകുന്ന വേള തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്കും ആൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് ചിലപ്പോ സക്കാത്ത് കൊടുക്കേണ്ടി വരും, വാങ്ങാനും അവർ അർഹതയില്ല. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ഗൗരവത്തിലെടുത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കുക. ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. നമ്മോട് ആർക്ക് എപ്പോൾ കൊടുക്കുകയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ അവകാശങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കാതെ നിസ്കാരവും അതുപോലെ തന്നെ നല്ല ആളുകളൊക്കെ പരിഗണിച്ചുകൊണ്ട്, അതുപോലെ ഈ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് പരമാവധി കൊടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മളത് ഏറ്റവും വലിയ വർഷത്തിൽ ഒരു തവണ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സക്കാത്തുൽ ഫിത്റാണ്. ആ ഫിത്ർ സക്കാത്ത് നമ്മൾ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൽ മറ്റു വല്ല വീഴ്ചകളും സംഭവിക്കുകയോ ചെയ്താൽ തീർച്ചയായും നമുക്ക് നഷ്ടമുണ്ടാകും. നമ്മൾ ഈ വ്രതം പ്രതിഫലം ലഭിക്കാത്ത ഒരു രീതിയിലേക്ക് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളപ്പോൾ ആ കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കി, ഇനി ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ നേരിട്ടോ അതല്ലെങ്കിൽ മൊബൈലിലോ ഒക്കെ ചോദിച്ചാൽ സംശയം തീർക്കാം. എല്ലാവരും ഇതെല്ലാം കൊടുക്കണം നല്ല രീതിയിൽ എന്ന് ഇസ്ലാമിൻ്റെ എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.